ബി.ജെ.പി. നേതാവ് സ്മൃതി ഇറാനിയുടെ 10-12 ക്ലാസ് പരീക്ഷകൾ പാസ്സായതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന ഉത്തരവ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. വിവരാവകാശ കമ്മീഷൻ ഉത്തരവാണ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയത്. മോദിയുടെ കേസിൽ വിധി പറഞ്ഞ അതേ ജഡ്ജിയാണ് ഈ ഉത്തരവും റദ്ദാക്കിയത്. തൗഫീഖ് അസ്ലമുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. തൗഫീഖ്, ഇപ്പോൾ ബി.ജെ.പി. നേതാക്കളുടെ ആരുടെ വിദ്യാഭ്യാസ യോഗ്യത തൽക്കാലം ജനങ്ങൾ അറിയേണ്ടെന്നാണ് കോടതി നിലപാട്. കോടതി സമീപിച്ചതാരാണ്? എന്താണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്? അജീന സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ വിവരങ്ങളും രഹസ്യമായി തുടരും ആണ് ഈ വിധിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10-12 ക്ലാസുകളിലെ രേഖകൾ പരിശോധിക്കാൻ അനുമതി നൽകണമെന്ന ഉത്തരവാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ് ഈ ഉത്തരവ് നേരത്തെ പുറത്തിറക്കിയത്. ആ ഉത്തരവാണ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയത്. രേഖകൾ പരിശോധിക്കാൻ CBSE അനുമതി നൽകണമെന്നായിരുന്നു കമ്മീഷൻ ഉത്തരവ്. വ്യക്തികളുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ പൊതു താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിന് പിന്നാലെയായിരുന്നു സ്മൃതി ഇറാനിയുടെ ഉത്തരവ് കൂടി ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വന്നത്. നേരത്തെ പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാവുകയും ഈ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് പറയുകയും ചെയ്തിരുന്നു. പകരം കോടതിക്ക് വേണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് രേഖകൾ പരിശോധിക്കാം, അതല്ലാതെ വ്യക്തികൾക്ക് ഇത് പരിശോധിക്കാനുള്ള അവകാശമില്ല, ഇത് സ്വകാര്യതയെ ഉൾപ്പെടെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രം അല്ലെങ്കിൽ ഡൽഹി സർവകലാശാല ഇതിനെതിരെ കോടതിയിൽ നിലപാടെടുത്തത്. ഡൽഹി സർവകലാശാലയായിരുന്നു പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ശരി, തൗഫീഖ് അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്.